മഹാകുംഭമേള ഭാരതത്തിന്റെ വിരാട സ്വരൂപം ലോകത്തിന് കാണിച്ചു കൊടുത്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏകതയുടെയും ആത്മീയതയുടെയും പ്രതീകമായി കുംഭമേള മാറി. മേളയുടെ വിജയത്തിനായി പ്രയത്നിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞു. മഹാകുംഭമേള സംഘടിപ്പിക്കാൻ പ്രയത്നിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് പ്രയാഗ്രാജിലെ ജനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം ആരംഭിച്ചത്. ഇന്ത്യയുടെ കഴിവുകളെക്കുറിച്ച് സംശയം ഉയർത്തിയവർക്ക് ഇത് മറുപടിയാണ്. വരും തലമുറയ്ക്കും രാജ്യത്തിനും ദിശാബോധം നൽകിയ കുംഭമേള ഭാരതത്തിന്റെ വിരാട സ്വരൂപം ലോകത്തിന് കാണിച്ചു കൊടുത്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. पूरे विश्व ने महाकुंभ के रूप में भारत के विराट स्वरूप के दर्शन किए। सबका प्रयास का यही साक्षात स्वरूप है. വ്യത്യാസങ്ങളൊന്നുമില്ലാതെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനങ്ങൾ ഒരു മനസ്സായി ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തു. രാജ്യത്തിന്റെ പൈതൃകത്തിലും സംസ്കാരത്തിലും യുവതലമുറയിൽ അഭിമാനം വളർത്തി. അതുകൊണ്ട് തന്നെ സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രസംഗം, നേതാജിയുടെ ദില്ലി ചലോ, മഹാത്മാഗാന്ധിയുടെ ദണ്ഡി യാത്ര പോലെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മഹാകുംഭമേള മാറി. ഏകതയുടെ അമൃതാണ് കുംഭമേള പകർന്നു നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. और ये आत्मविश्वास बढ़ता है कि एक देश के रूप में हम बड़े लक्ष्यों को प्राप्त कर सकते हैं. अपनी परंपराओं से, अपनी आस्था से, अपनी विरासत से जुड़ने की ये भावना आज के भारत की बहुत बड़ी पूंजी है. अध्यक्ष जी, महाकुंभ से अनेक अमृत निकले हैं. एकता का अमृत इसका बहुत पवित्र प्रसाद है. കുംഭമേളയിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് നദിയുത്സവങ്ങൾ ആഘോഷമാക്കണം. നദികളുടെ സംരക്ഷണമാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി.